പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം. സ്കൂൾ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ SBO പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പുതിയ പ്രവർത്തനങ്ങളിൽ ചിലതിനെക്കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോ. മനസ്സിലാക്കുവാനായി സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഡിജിറ്റൽ കണ്ടൻറ് റൈറ്റർ അതുപോലെ ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ എന്നീ ഫോമുകൾ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. എല്ലാവരും ശ്രദ്ധയോടെ കാണുക. എന്നാൽ എല്ലാവരും ഈ ഫോം ഫിൽ ചെയ്യണമെന്നില്ല. കണ്ടൻറ് റൈറ്റർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ജോലികൾ ചെയ്യാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ മാത്രം ചെയ്താൽ മതി. യോഗ്യത എന്ന് പറയുമ്പോൾ കണ്ടൻറ് റൈറ്ററെ സംബന്ധിച്ച് സ്വന്തമായി ഒരു ബ്ലോഗ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉള്ളവർ ആയിരിക്കണം. അതുപോലെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം. ഇൻഫ്ലുവൻസർ ആണെങ്കിൽ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാഗ്രാം ബിസിനസ് അക്കൗണ്ടോ ഉള്ളവരും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്വന്തം മുഖം കാണിച്ചില്ലെങ്കിലും സ്വന്തം ശബ്ദം നൽകാൻ തയ്യാറുള്ളവരുമായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്നവരല്ലാതെ യോഗ്യതയില്ലാതെ ഫോം ഫിൽ ചെയ്താൽ അവരുടെ ID സസ്പെൻഡ് ആകുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടെ ചെയ്യുക. ആദ്യം ഡിജിറ്റൽ കണ്ടൻറ് റൈറ്ററുടെ ഫോം ഫിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ ID ലോഗിൻ ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ ഡിജിറ്റൽ ടാസ്ക് ആപ്ലിക്കേഷൻ എന്ന് മെനുവിൽ ആദ്യം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ പേരും സ്റ്റാഫ് ID ഉണ്ടായിരിക്കും. അതിനു താഴെ ചൂസ് ഓപ്ഷൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് ഡിജിറ്റൽ കണ്ടൻറ് റൈറ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ എന്നതിൽ ഏതിലാണോ നിങ്ങൾക്ക് താല്പര്യം അത് സെലക്ട് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ ആദ്യം നിങ്ങളുടെ ബ്ലോഗിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ URL കൊടുക്കണം. വെബ്സൈറ്റുകളുള്ളവർക്ക് മുകളിൽ അഡ്രസ് ബാറിൽ അത് കാണിച്ചിട്ടുണ്ടാകും. അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ബ്ലോഗർ ആണെങ്കിൽ നിങ്ങളുടെ ബ്ലോഗ് പേജ് ഓപ്പൺ ചെയ്ത് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ ബ്ലോഗ് അഡ്രസ്സ് എന്ന് കാണും. അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. അടുത്തത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേരാണ്. അതവിടെ ടൈപ്പ് ചെയ്യുക. അടുത്തത് എൻ്റർ പോസ്റ്റിംഗ് കണ്ടൻറ് കാറ്റഗറി എന്ന കോളമാണ്. അവിടെ നിങ്ങളുടെ ബ്ലോഗിൽ അല്ലെങ്കിൽ ഏതെല്ലാം വിഷയത്തെക്കുറിച്ചാണോ ബ്ലോഗ് തയ്യാറാക്കുന്നത് ആ വിഷയം എഴുതണം. അടുത്ത കോളത്തിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് തുടങ്ങിയ തീയതി, മാസം, വർഷം എന്നിവ കൊടുക്കണം. അടുത്ത കോളം കണ്ടൻറ് പോസ്റ്റിംഗ് ഡിവൈസ് എന്നാണ്. അതിൽ നിങ്ങൾ ഏത് ഡിവൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് ലാപ്ടോപ്പ്, പേഴ്സണൽ കമ്പ്യൂട്ടർ തുടങ്ങിയ ഏതെന്ന് എഴുതണം. മൊബൈൽ ഫോൺ അംഗീകരിക്കുകയില്ല. അടുത്ത കോളത്തിൽ ഒരാഴ്ചയിൽ എത്ര പോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനാകും എന്നതും എഴുതിയ ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പെൻഡിങ് ആയിരിക്കും കാണിക്കുക. അതറിയുവാൻ മെനുവിൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്താൽ അപ്രൂവൽ ആയവർക്ക് മാത്രം പേരിന് ശേഷം കണ്ടൻറ് റൈറ്റർ എന്ന് കാണിക്കും. എന്നാൽ റിജക്റ്റ് ആയവർക്ക് ഹിസ്റ്ററിയിൽ റിജക്റ്റ് എന്ന് കാണിക്കും. ഇങ്ങനെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ ഏതാനും ദിവസമോ മണിക്കൂറുകളോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്റ്റാറ്റസ് കാണുവാൻ കഴിയുള്ളൂ. ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ ഫോം ഫിൽ ചെയ്യുന്നതിന് ലോഗിൻ ചെയ്തു വരുന്ന മെനുവിൽ ഡിജിറ്റൽ ടാസ്ക് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഫോമിൽ നിങ്ങളുടെ പേരും സ്റ്റാഫ് IDയും കാണാം. അതിന് താഴെയുള്ള ചൂസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെയോ ഫേസ്ബുക്ക് പേജിൻ്റെയോ ഇൻസ്റ്റാഗ്രാം ബിസിനസ് അക്കൗണ്ടിൻ്റെയോ URL ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെയോ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ പേര് നൽകുക. അതിനു താഴെ ഏത് വിഭാഗത്തിലുള്ള വീഡിയോ ആണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാറുള്ളത് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനു താഴെ നിങ്ങൾ എന്നാണോ ഈ അക്കൗണ്ട് അല്ലെങ്കിൽ ചാനൽ രൂപീകരിച്ചത് എന്ന തീയതിയും മാസവും വർഷവും രേഖപ്പെടുത്തുക. അതിനു താഴെയുള്ള കോളത്തിൽ നിങ്ങൾ ഏത് ഡിവൈസ് ഉപയോഗിച്ചാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, അതായത് ലാപ്ടോപ്പ്, പേഴ്സണൽ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നത് എഴുതുക. അതിനു താഴെ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് എത്ര വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നതും എഴുതി സബ്മിറ്റ് ചെയ്യുക.
ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയുവാൻ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷമോ ലോഗിൻ ചെയ്ത് ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരിന് ശേഷം ഇൻഫ്ലുവൻസർ എന്ന് അപ്രൂവൽ ആയവർക്ക് കാണാൻ സാധിക്കും. അപ്രൂവൽ ആകാത്തവർക്ക് ഹിസ്റ്ററിയിൽ റിജക്റ്റഡ് എന്ന് കാണിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഫോം ഫില്ലിങ്ങിനെ സംബന്ധിച്ച് അറിയിക്കാനുള്ളത്. തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യോഗ്യതയില്ലാതെയും തെറ്റായ കാര്യങ്ങൾ ഫിൽ ചെയ്യുന്നവരുടെയും ഐഡികൾ സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധയോടുകൂടി മാത്രം ഫോം പൂരിപ്പിക്കുക. നന്ദി.